അപ്പോൾ നമ്മൾ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ സബ്ജക്റ്റ് എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നും നിങ്ങൾക്കത് എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്? അതായത് നമുക്ക് സ്റ്റീലിനെ പറ്റി പഠിക്കണം. എന്താണ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്നുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ്, പിന്നെ കുറച്ച് ഡിസൈൻ ഫിലോസഫീസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് മെയിൻലി നിങ്ങൾക്ക് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. പിന്നെ ഡിസൈൻ ലോഡ്സും അതിൻ്റെ ലോഡ് കോമ്പിനേഷൻസും ഉണ്ട്. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് കണക്ഷൻസ് ഉണ്ട്. അതായത് ഈ സ്റ്റീൽ മെമ്പേഴ്സിനെയും നമ്മൾ എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഡിസൈനും അനാലിസിസും. ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗിവൺ കണ്ടീഷൻസ് കാണും. അത് വെച്ചിട്ട് നമ്മളിപ്പം ബോൾട്ട് ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് ബോൾട്ട്, വെൽഡ് ആണെങ്കിൽ വെൽഡിൻ്റെ സൈസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്തെടുക്കണം. അനാലിസിസ് ആണെങ്കിലോ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ച സ്ട്രക്ചേഴ്സ് തരും. അപ്പോൾ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് എന്താണെന്ന് പറയുന്നത് അനാലിസിസ് പാർട്ടിനകത്ത് ഉള്ളത്. അപ്പം ആദ്യമേ നമുക്ക് എന്താണ് സ്റ്റീൽ എന്ന് പറഞ്ഞ് തുടങ്ങാം. അപ്പോൾ എന്താണ് സ്റ്റീലെന്ന് വെച്ചാൽ, ബേസിക്കലി സ്റ്റീലെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അയണിൻ്റെയും കാർബണിൻ്റെയും ഒരു അലോയിനെയാണ് നമ്മൾ സ്റ്റീലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റീലെന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ സ്റ്റീലിനകത്ത് എന്ത് ചെയ്യും, സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഈ നിക്കൽ, ക്രോമിയം പോലുള്ള എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ ശതമാനം സ്റ്റീലിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റീലെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഒരു ചെറിയ ടൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെപ്പണോ എടുത്താൽ തൊട്ട് നമ്മുടെ വലിയ ബ്രിഡ്ജസ്, റെയിൽവേസ്, പിന്നെ നമ്മുടെ ചെറിയ ബസ്സസ്, അതിലെല്ലാത്തിലും ഉള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റീൽ മെമ്പേഴ്സിനെ കാണാനായിട്ട് പറ്റും. അപ്പം സ്റ്റീലെന്ന് പറയുന്നത് കാരണം എന്താണ്, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് സ്റ്റീൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വൈഡായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മേജർ കമ്പോണൻ്റ് ആണെന്ന് പറയുന്നത് ഈ സ്റ്റീലെന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫാക്ടറീസിലായിരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, അതറിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റീല് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളതിൻ്റെ പ്രൊപ്പോർഷനിൽ കാർബണിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂട്ടി കൊടുക്കുകയെന്ന് വെച്ചു, അപ്പോൾ നമുക്ക് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ അതിൻ്റെ സൾഫറിൻ്റെ ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് കൂടുകയാണെങ്കിൽ എന്താണ്, സ്റ്റീൽ സെക്ഷൻസ് ബ്രിട്ടിലായിപ്പോൾ. പിന്നെ നമുക്കിപ്പോൾ തെർമൽ റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, കൊറോസീവ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ക്രോമിയത്തിൻ്റെയോ അല്ലെങ്കിൽ നിക്കലിൻ്റെയോ പെർസെൻറ്റേജ് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. അപ്പം ഇതൊക്കെയാണ് നമ്മൾ സ്റ്റീലിൽ എന്തെന്ന് പറയുന്നത്, ബേസിക്കായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ സ്റ്റീൽ മെമ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ സ്റ്റീൽ മെമ്പേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യും. അതായത് ബോൾട്ട് വെച്ചിട്ടോ വെൽഡ് വെച്ചിട്ടോ റിവറ്റ് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു മെറ്റൽ സ്ട്രക്ചർ ആക്കി, അതായത് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെറ്റൽ സ്ട്രക്ചർ ആക്കി എടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒത്തിരി സ്ഥലത്ത് കാണുന്നത്, അതായത് നമ്മളിപ്പോൾ ഓഡിറ്റോറിയത്തിലോ ഫാക്ടറീസിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ റൂഫ് ട്രസ്സസ് ആണ്, സ്റ്റീലിൻ്റെ റൂഫ് ട്രസ്സസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. അതുപോലെ ബ്രിഡ്ജസിലൊക്കെ ഓക്കെ, അതിലൊക്കെ ഗ്രിഡേഴ്സൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡിലൊക്കെ കവർ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, അതിലെല്ലാം സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. പിന്നെ ഈ സ്റ്റീൽ നമ്മളൊരു സ്ട്രക്ചറൽ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഏറ്റവും ഫസ്റ്റ് പോയിൻ്റാണ് ഇതിന് ഹൈ സ്ട്രെങ്ത് പെർ യൂണിറ്റ് വെയിറ്റ് ആണ്. അതായത് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് ബൈ വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, അതായത് നമ്മളിപ്പം ഇപ്പോൾ കോൺക്രീറ്റും സ്റ്റീലും എടുക്കുകയാണ്. അപ്പം ഒരേ ഡയമെൻഷനിലുള്ള ഒരു സ്റ്റീൽ സെക്ഷനും ഒരു കോൺക്രീറ്റ് സെക്ഷനും എടുക്കാമെന്ന് വെച്ചു. അപ്പം രണ്ടിനും ഒരേ വെയിറ്റ് ആണ്, അതിന് രണ്ടിനും ഒരേ ഡയമെൻഷനും ഒരേ തിക്നെസ്സും ആണെന്ന് വെച്ചോ, എങ്കിൽ സ്ട്രെങ്ത് കൂടുതൽ ഏതിനായിരിക്കും, സ്റ്റീലിനായിരിക്കും. ഓക്കെ, അതാണ് അത് സ്ട്രെങ്ത് ബൈ വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് കൂടുതലാണ്. പിന്നെ ഡക്റ്റൈൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഹൈ ആണ്. അപ്പം നമുക്കൊരു മെറ്റീരിയൽ ഡക്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തറിയാൻ പറ്റും, നമുക്കത് പെട്ടെന്ന് അത് ഫെയിലായി പോകത്തില്ല. കാരണം നമുക്ക് വിസിബിൾ വാർണിങ്സ് കിട്ടും. നമുക്കത് ഫെയിലായി തുടങ്ങുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും സ്റ്റീൽ കാണുമ്പോൾ. ഓക്കെ, സോ പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല, സഡനായിട്ടൊരു ഫെയിലർ സംഭവിക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു സ്ട്രെങ്ത് ബൈ വെയിറ്റ് റേഷ്യോ കൂടുതലാണ്, സോ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഓക്കെ,
പിന്നെ എന്താണ്, നമ്മൾ ഒത്തിരി നാൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ലോങ് ലൈഫായിരിക്കും. പിന്നെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്താണ്, കുറേ നാൾ, അതായത് ടൈം കൂടുന്തോറും അതിന് ക്രീപ്പ്, ഷ്രിങ്കേജ് അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരും. സ്റ്റീലിന് അതുപോലത്തെ എന്താണ് പ്രോബ്ലംസ് ഒന്നും ഇല്ല. പിന്നെ നമുക്കറിയാം പ്രീ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ് സ്റ്റീൽ മെമ്പേഴ്സിന്. അപ്പം നമുക്കത് എന്ത് ചെയ്യാം, സൈറ്റിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതായത് അഡിഷൻസും ഓൾട്രേഷൻസും എല്ലാം പെട്ടെന്ന് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഒരു ടൈം സേവിങ് കൺസ്ട്രക്ഷനാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റീൽ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഡെമോളിഷ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, കോൺക്രീറ്റ് ആണെങ്കിൽ അത് പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ ഒക്കെ കുറവായിരിക്കും. അതേസമയം സ്റ്റീൽ സ്ട്രക്ചർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഡിസ്കണക്ട് ചെയ്തെല്ലാം മാറ്റിയെടുത്താൽ നമുക്കതിൻ്റെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു ഫാക്ടറി മെയ്ഡ് ആയതുകൊണ്ട് തന്നെ അതിനെന്താണ് ബെറ്റർ ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ എക്സ്റ്റേണൽ കണ്ടീഷനിലൊക്കെ ഒത്തിരി എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കും കൊറോഷൻ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പെയിൻറ്റിങ്ങും മെയിൻ്റനൻസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ ഹീറ്റ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്, പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫയർ പ്രൂഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണം. പിന്നെ ഇതിൻ്റെ കണക്ഷൻസൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ്, ലേബർ കോസ്റ്റൊക്കെ എന്താണ് ഹൈ ആണ്. ഇനി വൈ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആൻഡ് വൈ നോട്ട് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, എന്തുകൊണ്ട് നമുക്ക് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ട് ഇത് വൈഡ്ലി അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയത്തില്ല, നമുക്ക് ഒത്തിരി അങ്ങോട്ട് RCC പോലെ ഫേമസ് അല്ല എന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നു. അപ്പോൾ അതിന് നിങ്ങൾക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും തന്നെ ആ രണ്ട് കോളത്തിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സ്റ്റീലിൻ്റെ നേരത്തെ കണ്ട സ്ലൈഡിൻ്റെ അതേ പോയിൻറ്റ്സ് ഇതിലും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, നമ്മുടെ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റീലുണ്ട്. അതിനെയാണ് നമ്മൾ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ സെക്ഷൻ നിങ്ങൾ കാണുന്ന റൗണ്ട് സ്റ്റീൽ ബാർസ്, സ്ക്വയർ സ്റ്റീൽ ബാർസ്, പിന്നെ പ്ലേറ്റ്സ് ഒക്കെ കാണും, സ്റ്റീൽ പ്ലേറ്റ്സ് ഒക്കെ കാണും. ഇതൊക്കെ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ സ്ട്രക്ചേഴ്സാണ്. ഓക്കെ, അപ്പം ഈ സ്റ്റീൽ സെക്ഷൻസിനെ, അതായത് ഈ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ സെക്ഷൻ, സെക്ഷൻ, ഇതിനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റീലിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒത്തിരി ടൈപ്സ് സ്ട്രക്ചറൽ സ്റ്റീലുണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മൈൽഡ് സ്റ്റീലും ഹൈ ടെൻസൈൽ സ്റ്റീലും ആയിരിക്കും. ഓക്കെ, അപ്പം ഈ മൈൽഡ് സ്റ്റീലും ഈ രണ്ട് സ്റ്റീലും ആയാലും പിന്നെ ഈ സ്ട്രക്ചറൽ സ്റ്റീൽ ഉണ്ടല്ലോ, അതിൻ്റെ ഷേപ്പ്, സൈസ് ഇതെല്ലാം നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ബേസിക്കലി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റീൽ കൺസ്ട്രക്ഷൻ അതിൻ്റെ സ്റ്റാൻഡേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി സ്റ്റീലിനാണ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഹൈ ടെൻസൈൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള സ്റ്റീലായിരിക്കും ഹൈ ടെൻസൈൽ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പിന്നെ വെൽഡബിൾ ക്വാളിറ്റി സ്റ്റീൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഇപ്പം വെൽഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടാണ്, വർക്ക്ഷോപ്സിലൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ അത്രയും ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യണം. നമ്മൾ വെൽഡിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, നല്ല ഹീറ്റും പ്രഷറും കൊടുത്തിട്ടല്ലേ വെൽഡ് ചെയ്യുന്നത്, കണ്ടു കാണുമല്ലോ. അപ്പം അതിന് ആ ഒരു ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി സ്റ്റീലിന് ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ വെൽഡബിൾ ക്വാളിറ്റി സ്റ്റീലാണ് എന്തെന്ന് പറയുന്നത്, ഈ ഹൈ ടെൻസൈൽ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ തന്നെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് യൂഷ്വലി ഇപ്പം E250 എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, ഇതാണ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാത്ത നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ E250 എന്ന് പറയുന്നത് അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് ആയിരിക്കും FI. അപ്പോൾ അതെന്ന് പറയുന്നത് 250 Nm² ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കോമൺലി കാണുന്നതാണ് ഈ 450 എന്ന് പറയുന്നത്. ഈ 450 എന്ന് വെച്ചാൽ എന്തുവാ, അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് FU എന്ന് പറയുന്നത് 450 Nm² ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ മറ്റേ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഈൽഡ് സ്ട്രെങ്ത്തും അൾട്ടിമേറ്റ് സ്ട്രെങ്തൊക്കെ എടുക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീലുണ്ട്. ഇതിന് ഫിസിക്കലും ഉണ്ട്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് സ്റ്റീൽ കോഡുണ്ട്, നമുക്ക് IS 800/2007 ഞങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി ഷെയർ ചെയ്ത് തരാം. അപ്പം അതിൽ പേജ് നമ്പർ 12 പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം കൊടുത്തിരുന്നത് വെച്ചാൽ നമുക്ക് ഈൽഡ് സ്ട്രെസ്സും അൾട്ടിമേറ്റ് സ്ട്രെസ്സും അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്കൊരു ഇപ്പം ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിനകത്ത്, അതായത് ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിനകത്ത് ഏറ്റവും ഈൽഡ് പോയിൻ്റ്, C എന്ന് പറയുന്ന പോയിൻ്റ്, അതായത് ലോവർ ഈൽഡ് പോയിൻറ്റിൽ
അതാണ് ലോവർ ഈൽഡ് പോയിൻ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ലോഡ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റീലിന് പെർമനൻ്റ് ആയിട്ടുള്ള ഡീഫോർമേഷൻ സംഭവിക്കും. ഓക്കെ, അതാണ് നമ്മൾ ലോവർ ഈൽഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അൾട്ടിമേറ്റ് സ്ട്രെസ് ഉണ്ട്, അത് ഡി എന്ന് പറയുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രെസ്. ഓക്കെ, ഇനി റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ മാർക്കറ്റിൽ നമ്മൾക്ക് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ആസ് പെർ IS കോഡാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന സെക്ഷനാണ് ഐ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഐ സെക്ഷൻ അല്ലെങ്കിൽ ബീം സെക്ഷൻ. ഓക്കെ, അതിന് നമുക്ക് കോമൺലി ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ടൈപ്പ് വരുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീം, അങ്ങനെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ടൈപ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ഈ ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ ഐ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ടോട്ടൽ ഇതൊട്ട് ഇതുവരെയുള്ള ഡെപ്താണ് നമ്മുടെ ടോട്ടൽ ഡി, ഓവറോൾ ഡെപ്ത് എന്ന് പറയും. ഓക്കെ, ഈ ഒരു പോർഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. അതായത് ഈ ഒരു പോർഷനാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഐ സെക്ഷൻ്റെ വെബ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളിതിനെ യൂഷ്വലി ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ ഇതിന് കൊടുക്കുന്ന ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും യൂഷ്വലി നമ്മൾ പറയുന്നത് ഇപ്പം ഏത് ബീമാണ്, അതായത് ISJB ഉണ്ട്, ISLB ഉണ്ട്, ISMB ഉണ്ട്. ഇപ്പം ISMB ഓക്കെ, ISMB 300 ഓക്കെ അറ്റ് എന്തെങ്കിലും ഒരു വെയ്റ്റ് പെർ മീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് സെക്ഷൻസ് വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ISMB എന്ന് പറയുമ്പോൾ എന്തോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ബീംസ്. ഈ 300 എന്ന് പറയുന്നത് ഇതിൻ്റെ എന്തായിരിക്കും, ഓവറോൾ ഡെപ്ത് ആയിരിക്കും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ സ്റ്റീൽ ടേബിളിൽ പോകും. ഓക്കെ, എന്നിട്ട് സ്റ്റീൽ ടേബിളിൽ പോയിട്ട് ഏതായിരിക്കും ഈ ISMBയുടെ പോർഷൻ എടുക്കും. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് കാണും, നമുക്ക് ഈ ഡെപ്ത് കാണാനായിട്ട് പറ്റും. എന്നിട്ട് ആ കോളത്തിന് നെക്സ്റ്റ് കുറച്ച് കോളംസ് ഉണ്ട്, ആ കോളംസ് നോക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണ് സ്റ്റീൽ എന്താണ് ഐ സെക്ഷനെ പറ്റി നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ചാനൽ സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ഐ സെക്ഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് ചാനൽ സെക്ഷൻ. ഇവിടെ ഒരു വെബും എന്താണ് 2 ഫ്ലാഞ്ചസും വരും, സെയിം പോലെ തന്നെ ഡെസിഗ്നേഷനും മറ്റതുപോലെ തന്നെയാണ്. പിന്നെ നമുക്ക് റോൾഡ് സ്റ്റീൽ ആംഗിൾ സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് ആംഗിൾ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബേസിക്കലി എന്താണ് എൽ സെക്ഷൻ, അതായത് ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇതാണ് ഒരു ആംഗിൾ സെക്ഷൻ എന്ന് വെച്ചാൽ ഇത് ഈക്വലും ഉണ്ട് അൺഈക്വലും ഉണ്ട്. ഇത് 2 ലെഗ്സ്. അപ്പോൾ ഈ 2 ലെഗ്സും ഒരേ അളവാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഈക്വൽ ആംഗിൾ എന്ന് പറയും. 2 ഡയമെൻഷൻ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, അൺഈക്വൽ ആംഗിൾസ് എന്ന് പറയും. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഈക്വൽ ആംഗിളും ഉണ്ട് അൺഈക്വൽ ആംഗിളും ഉണ്ട്. ദെൻ റോൾഡ് സ്റ്റീൽ ടി സെക്ഷനാണ്, ആംഗിൾ സെക്ഷൻ അല്ല. അപ്പം ടി സെക്ഷൻ ആകുമ്പോഴത്തേക്കും ഇതാണ്, അതിന് വെബും ഉണ്ട് മറ്റതുപോലെ തന്നെ ഒരു ഫ്ലാഞ്ചും ഉണ്ട്. ഓക്കെ, ഇനി ചോയ്സ് ഓഫ് സെക്ഷൻസ്, അതായത് നമുക്ക് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് സ്റ്റീൽ സെക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ സ്ട്രക്ചറിന് നമ്മൾ ഏത് സ്റ്റീൽ സെക്ഷനാണ് വേണ്ടുന്നത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് നമ്മൾ ആ സെക്ഷൻ എങ്ങനെ ഈസിനെസ് ടു വിച്ച് ദാറ്റ് സെക്ഷൻസ് ഈസ് കണക്റ്റഡ്. ഓക്കെ, പിന്നെ ആ സെക്ഷൻ്റെ അവൈലബിലിറ്റി, മാർക്കറ്റിലുള്ള ആ സെക്ഷൻ്റെ അവൈലബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് ഇരിക്കും. പിന്നെ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, നമ്മൾ ഏത് ക്രോസ് സെക്ഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മോസ് തൊട്ടേ പഠിക്കുന്നൊരു ഇക്വേഷൻ ആയിരിക്കും M=F × I/Y. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെറുതിലേ എന്ന് പറയുമ്പോൾ മോസിലേ പഠിക്കുന്നൊരു ഇക്വേഷനാണ്. ഈ I/Y എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ M എന്ന് പറയുന്നത് മൊമെൻറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ I/Y എന്ന് പറയുന്നത് I/Y അല്ലെങ്കിൽ സെക്ഷൻ മോഡുലസ് BD²/6 ആണ്. ഓക്കെ, അതായത് നമുക്ക് ഈ ഡെപ്ത്ത്, നമ്മുടെ ക്രോസ് സെക്ഷൻ്റെ ഡെപ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെക്ഷൻ മോഡുലസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ സെക്ഷൻ മോഡുലസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എഫിൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഈ എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മൊമെൻറ്റ് റെസിസ്റ്റൻ്റ് ആണ്. മൊമെൻറ്റ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എം എന്ന് പറയുന്നത്. എഫ് അല്ല, എം ആണേ, എം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, അത് ബൈ മിസ്റ്റേക്ക് ആയിരുന്നു. അതായത് M=F × I/Y.
ഓക്കെ. അപ്പം ഈ I/Yയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂ, അതായത് മൊമെൻറ്റ് റെസിസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഈ മൊമെൻറ്റ് റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിന് ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ്. അപ്പോൾ ഡെപ്ത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ മോഡുലസ് ഇൻക്രീസ് ആകും. അപ്പം ഈ എന്താണ്, ആ ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇതെല്ലാം എന്തിനാണ്, നമ്മൾ ഏത് സെക്ഷനാണ് എടുക്കുന്നത് എന്ന് ഉള്ളത് കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. ഓക്കെ. ദെൻ ഡിസൈൻ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് നോക്കണം. ഒന്ന്, ഏത് സൈസിലുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്, ഏത് സൈസാണ് ഷേപ്പ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് തിക്നെസ്. ഓക്കെ. അതും വെറും തിക്നെസ് അല്ല, മിനിമം തിക്നെസ് എന്ന് തന്നെ പറയണം. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ദ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മിനിമം തിക്നെസ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം കണക്ഷൻസ് യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ പ്ലേറ്റ് തമ്മിലൊക്കെ കണക്ട് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ഈ കണക്ഷൻസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ പ്ലേറ്റ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ആയിരിക്കും. ഓക്കെ. ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ ആ പ്ലേറ്റിൽ അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തിൽ പെട്ടെന്ന് ഫെയിലിയർ സംഭവിക്കാവുന്ന ഒരു പോർഷൻ, അതായത് മാക്സിമം സ്ട്രെസ്സ് വരുന്ന പോർഷൻ, അതായിരിക്കും പെട്ടെന്ന് ഫെയിൽ ചെയ്യുന്നത്. അവിടെ ആയിരിക്കും ഏറ്റവും ലോവർ തിക്നെസ് ഉള്ളത്. ഓക്കെ. അതായത് ലോവർ തിക്നെസ് ആയിട്ടുള്ള പോയിന്റിലായിരിക്കും എന്ത് വരുന്നത്, മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഫെയിൽ ആവാൻ പറ്റുന്നത്. സോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു മിനിമം തിക്നെസ്സിൽ ആയിരിക്കും. പിന്നെ ബക്ലിംഗ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ കോൺക്രീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റീൽ സെക്ഷൻസ് കുറച്ചുകൂടെ സ്ലെൻഡറാണ്, അതായത് ഏരിയ കുറവാണ്. ഓക്കെ. അപ്പം എന്താണ്, ബക്ലിംഗ് ആണ് കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ കണക്ഷൻസ്, നമ്മൾ ഏത് കണക്ഷനാണോ കൊടുക്കുന്നത്, ഇതാണ് ഡിസൈൻ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ലോഡ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ലോഡ്. അപ്പോൾ ഒരു സ്ട്രക്ചറിൽ വരുന്ന ലോഡ്, എന്തൊക്കെ ഒരു ലോഡ് വരാം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് ഇത്രയും ടൈപ്സ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും ടൈപ്പ് ഇല്ല IS 800 2017. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് IS കോഡിൽ നിന്ന് തന്നെ ആ ടൈപ്സ് ഓഫ് ലോഡ് എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ ഡെഡ് ലോഡ് ഉണ്ട്. നമുക്ക് ഡെഡ് ലോഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒന്നിനാ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ സെൽഫ് വെയ്റ്റും പിന്നെ അതിലുള്ള മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും വെയിറ്റ്, അതാണ് നമുക്ക് ഡെഡ് ലോഡായിട്ട് വരുന്നത്. ലൈവ് ലോഡ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടൈമിനനുസരിച്ച് നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്, അതായത് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന ലോഡ് ലൈവ് ലോഡ്. പിന്നെ അങ്ങനെ വിൻഡ് ലോഡുണ്ട്, നമുക്ക് സീസ്മിക് ലോഡ്, സ്നോ ലോഡൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന ലോഡാണ് ഈ ഇറക്ഷൻ ലോഡെന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ലോഡ് കോമ്പിനേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് ലോഡിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. കാരണം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഒരു സ്ട്രക്ചറിനകത്ത് ലൈവ് ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ നമുക്ക് പറയത്തില്ല, ഡെഡ് ലോഡ് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ എന്ന് പറയത്തില്ല. ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കുമല്ലോ ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ലോഡ് കോമ്പിനേഷൻസിന് വേണ്ടിയിട്ടായിരിക്കും. സോ മാക്സിമം അതിൽ എത്ര സ്ട്രെസ്സ് വരും അല്ലെങ്കിൽ ആ ഫോഴ്സ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പം ലോഡ് കോമ്പിനേഷൻ. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വിൻഡ് ഓർ എർത്ത് ലോഡ് എന്നേ കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ. ഒന്നില്ലെങ്കിൽ വിൻഡ് ലോഡ് അല്ലെങ്കിൽ എർത്ത് ലോഡാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കില്ല. കാരണം നമ്മൾ നമ്മുടെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിൽ ഒരിക്കലും ഒരേ സമയത്ത് ഒരു എർത്ത് ക്വേക്കും അല്ലെങ്കിൽ ഒരു വിൻഡിൻ്റെ പ്രോബ്ലവും വരില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. കാരണം അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, അതൊരു അസംഷനാണ്. അത് നിങ്ങളുടെ കോഡിൽ ഒരു ക്ലോസിൽ പറയുന്നുണ്ട് കേട്ടോ, പേജ് നമ്പർ 16 ദെൻ ഡിസൈൻ ഫിലോസഫീസ് ആണ്. അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്ത് തുടങ്ങുമ്പോഴേ പഠിക്കുന്നൊരു കാര്യമാണ് ഈ ഡിസൈൻ ഫിലോസഫീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളതായത് ഒരു സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുന്നു. അപ്പം അതിനെ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്രൈറ്റീരിയാസിന് അഡ്രസ്സ് ചെയ്യണം ഈ ഒരു 3 ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അതാണ് ഡിസൈൻ ഫിലോസഫീസ് എന്ന് പറയുന്നത്. സോ ഒരു ഡിസൈൻ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് വെച്ചിട്ടാണ് അടുത്തൊരു അതായത് ഈച്ചും ഓരോന്നും ഇതിൽ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് കാണിക്കുന്നത്. ഓക്കെ. അതായത് ഇപ്പോൾ വർക്കിംഗ് സ്ട്രെസ് ഡിസൈനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത അപ്ഡേറ്റഡ് വേർഷനാണ് ഈ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈൻ എന്ന് പറയുന്നത്. അങ്ങനെ പോകും. സോ ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 2007 വരെ നമ്മുടെ കൺട്രിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ഈൽഡ് സ്ട്രെങ്ത് വരെ ലോഡ് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ.
അതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് പറയുന്നത്. സിംപ്ലി നമ്മൾ ഇപ്പോൾ ടെക്നിക്കലി ഞാൻ പറയുകയല്ല, സിംപ്ലി പറയുകയാണെങ്കിൽ ഇപ്പം 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ എടുത്തിട്ട് നമ്മൾ പറയുന്നു അതിന് 60% എഫിഷ്യൻസി ഉള്ളൂ. അതാണ് നമ്മൾ ബേസിക്കായിട്ട് വർക്കിംഗ് സ്ട്രെസ് ഡിസൈനിൽ നമ്മൾ പറയുന്നത്. സോ ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ബേസിക്കലി സർവീസബിലിറ്റി കണ്ടീഷൻസ്, അതായത് അതിൻ്റെ ഫങ്ഷൻസ്, എന്തിനാണോ ആ കെട്ടിടം നമ്മൾ കെട്ടുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം അത് ഓക്കെയാണ്. ബട്ട് ഇൻ കേസ് ഓഫ് സ്ട്രെങ്ത് അതെന്താണ്, അത്ര സാറ്റിസ്ഫാക്ടറി അല്ല. സോ അതുകൊണ്ട് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ അതിനുശേഷം വന്നത് അൾട്ടിമേറ്റ് ഡിസൈൻ. അതാണെങ്കിൽ എന്താണ്, ഈ സർവീസബിലിറ്റി കണ്ടീഷൻസ് അത്ര പ്രൊവൈഡ് ചെയ്യില്ല, പക്ഷേ സ്ട്രെങ്ത് കണ്ടീഷൻസ് എല്ലാം നോക്കും. സോ ഇതിന് രണ്ടിനെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് എന്താണ്, സേഫ്റ്റിയും സർവീസബിലിറ്റി കണ്ടീഷൻസും രണ്ടും എന്താണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈൻ മൊത്തം ചെയ്യുന്നത്. നമ്മുടെ IS 800/2007 കോഡും ഡിസ്കസ് ചെയ്യുന്നതും ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി വരുന്നതാണ് കണക്ഷൻസ്. ഓക്കെ, നമുക്ക് ഈ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് ചുമ്മാ ചേർത്ത് വയ്ക്കാൻ പറ്റില്ല, അതിന് കുറച്ച് കണക്ഷൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബോൾട്ടഡ് കണക്ഷൻ പറഞ്ഞല്ലോ, റിവെറ്റഡ് ഉണ്ട്, പിന്നെ വെൽഡഡ് ഉണ്ട്. റിവെറ്റഡ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ബോൾട്ടഡും വെൽഡഡും ആണ് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് കണക്ഷൻസിനെ പറ്റിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഗുഡ് കണക്ഷൻ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഒന്ന് നമുക്ക് ഈസിലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം, അല്ലേ, മെയിൻ്റെനൻസും എല്ലാം ചെയ്യാൻ പറ്റണം. അതുപോലെ എന്താണ്, പെട്ടെന്ന് വീക്കനിങ് ഒന്നും വരാൻ പാടില്ല. അതുപോലെ സ്ട്രെസ്സ് കാരണം പെട്ടെന്ന് ഫെയിൽ ആവാനും പാടില്ല. അപ്പം അങ്ങനെ ആയിരിക്കണം എന്തെന്ന് പറയുന്നത് ഒരു ഗുഡ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നൊരു കണക്ഷനാണ് നമ്മുടെ ബോൾട്ടഡ് കണക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ഫിഗറിൽ കാണും, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ബോൾട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഒരു ബോൾട്ട് എന്ന് പറയുന്നത്, അല്ലേ. അപ്പം ഈ ഒരു പോർഷൻ, ഇതിനെയാണ് നമ്മളിതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ, അതാണ് അതിൻ്റെ ഷാങ്ക്. ആൻഡ് ദിസ് പോർഷൻ ഈസ് വാട്ട് വി കോൾഡ് ആസ് ത്രെഡ്. ഓക്കെ, അപ്പോൾ ഹെഡ്, ഷാങ്ക്, ഇത് ത്രെഡ്. അതായത് ഇങ്ങനെ ഇരിക്കുന്നതിൽ ഹെഡ് പോർഷൻ, ഷാങ്ക് പോർഷൻ ആൻഡ് ത്രെഡഡ് പോർഷൻ. ഓക്കെ, ഇനി നമ്മളിതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ഒരു ബോൾട്ടിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം M20 ബോൾട്ടാണെന്ന് പറയുന്നു. ഓക്കെ, നമ്മളിത് പറയാണ് M20 ബോൾട്ട് എന്ന് വെച്ചാൽ ഈ 20 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്റർ, നോമിനൽ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 20 mm ആയിരിക്കും. ആ ഒരു ബോൾട്ടിൻ്റെ നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 mm ആയിരിക്കും. ഈ നോമിനൽ ഡയമീറ്റർ എന്ന് വെച്ചാൽ ഈ ഷാങ്ക് പോർഷൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്താണ് ബോൾട്ടഡ്. അപ്പോൾ ഈ ബോൾട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ കണക്ട് ചെയ്യുന്ന കണക്ഷനെ നമ്മൾ ബോൾട്ടഡ് കണക്ഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഈ ബോൾട്ടഡ് കണക്ഷൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് ലെസ് മാൻ പവർ ആണ്. കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ട, നട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ ബോൾട്ട് കണക്ട് ചെയ്താൽ മതിയല്ലോ. സോ ലെസ് മാൻ പവർ ആണ്. പിന്നെ നമുക്ക് ഈ റിവെറ്റും വെൽഡിങ് പോലെ ഹാമറിങ് നോയ്സ് ഒന്നും ഇല്ല. സോ നോയ്സ്ലെസ് ആണ്, പെട്ടെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. റിവെറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രെങ്ത് കൂടുതലാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ വെൽഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഹീറ്റും പ്രഷറൊക്കെ ഒത്തിരി വരും, അല്ലേ. അപ്പം പക്ഷേ ഇതിൽ അങ്ങനെയില്ല, റിസ്ക് ഓഫ് ഫയർ ഒന്നും ഇല്ല. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇല്ല, കാരണം ഭയങ്കര ബൾക്കിയാണ്. പിന്നെ എന്താണ്, മെറ്റീരിയലിൻ്റെ കോസ്റ്റൊക്കെ കൂടുതലാണ്. അതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടെർമിനോളജീസിലോട്ട് പോവാണ്. അപ്പം ഇവിടെ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു രണ്ട് പ്ലേറ്റ്സ് നമ്മൾ ബോൾട്ട് വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുക. അതായത് ഇപ്പം ഈ ഫിഗറിൽ കണ്ടോ, ഇതിൽ നമുക്ക് ഇതൊരു പ്ലേറ്റ്, ഈ രണ്ട് പ്ലേറ്റിനെയും കൂടെ ഇതുപോലെ ബോൾട്ട് വെച്ചിട്ട് കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സെക്ഷൻസ് പോലെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ബോൾട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഒരു പ്ലാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് നമുക്ക് ടെർമിനോളജീസ് പഠിക്കാനുണ്ട്. അപ്പം ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ, അതായത് ഇതൊക്കെ ബോൾട്ടുകളാണല്ലോ, ഈ ബ്ലാക്ക് ഡോട്ട്സ് നിങ്ങൾ കാണുന്നതെല്ലാം ബോൾട്ടാണ്. സോ ഇവിടെ ഈ ഒരു ബോൾട്ടിൻ്റെ സെൻറ്റർ തൊട്ട് മറ്റ് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ബോൾട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനാണ് നമ്മൾ P എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ബോൾട്ടിൻ്റെ ഈ ഒരു സെൻറ്റർ തൊട്ട്
ഈ ഒരു ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് പി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്താണ് ലോഡ്. ഇനി ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് രണ്ട് അഡ്ജസൻറ്റ് ബോൾട്ടുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അതായത് ഇത് തൊട്ട് ഇങ്ങനെ ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രണ്ട് ബോൾട്ടിൻ്റെ ഇത്, അതാണ് ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ബോൾട്ടിനെ നമ്മൾ പിച്ച് എന്നും, അതല്ല സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ബോൾസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിനെ നമ്മൾ എന്തെന്നും പറയും, ഗേജ് എന്നും പറയും. ഓക്കെ, പിന്നെ അതിന് ശേഷം വരുന്നത് പിന്നെ രണ്ട് വിധം കൂടെ ഉണ്ട്. ഇത് ഒരു പ്ലേറ്റിൻ്റെ എഡ്ജ് എന്ന് പറയും, ഇതിന് നമ്മളൊരു പ്ലേറ്റിൻ്റെ എൻഡ് എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഒരു ബോൾട്ടും എൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസിന് എൻഡ് ഡിസ്റ്റൻസ് എന്നും, എഡ്ജ് തമ്മിൽ ബോൾട്ട് തൊട്ട് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എഡ്ജ് ഡിസ്റ്റൻസ് എന്നും പറയും. അങ്ങനെ 4 ടെർമിനോളജീസാണ് നമ്മൾ മെയിൻലി ബോൾട്ടഡ് കണക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്, ബോൾട്ടിന് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ജോയിൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലാബ് ജോയിൻറ്റ്. ഓക്കെ, ലാബ് ജോയിൻറ്റ് നമ്മൾ ചെയ്യുന്ന എപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് 2 പ്ലേറ്റ്സ് ഉണ്ട്, ഈ 2 പ്ലേറ്റ്സിനെയും ഓവർലാപ്പ് ചെയ്തിട്ട് നമ്മൾ ബോൾട്ട് വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാബ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 2 പ്ലേറ്റ്സ് നമ്മൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കണക്ട് ചെയ്യാനായിട്ടാണ് ബോൾട്ട് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി കോൾഡ് ആസ് ലാബ് ജോയിൻറ്റ്. ഓക്കെ, ഇതൊരു പ്ലേറ്റാന്ന് വയ്ക്കുക, ഇത് അതിന് വേറൊരു പ്ലേറ്റ്. ഓക്കെ, അപ്പം ഈ പ്ലേറ്റ് ഓവർലാപ്പ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബോൾട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഫോഴ്സ് പി ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ബോൾട്ടഡ് കണക്ഷൻ എന്ന്, ലാബ് ജോയിൻറ്റ് ബോൾട്ടഡ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് അതായത് ഈ ഒരു ലാബ് ജോയിൻറ്റിൽ തന്നെ നമുക്ക് 2 രീതി പറയാം. ഓക്കെ, ഒന്ന് സിംഗ്ലി ബോൾട്ടഡ് ലാബ് ജോയിൻ്റ് ഉണ്ട്, ഡബ്ലി ബോൾട്ടഡ് ലാബ് ജോയിൻ്റ് ഉണ്ട്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഓക്കെ 2 പ്ലേറ്റ്സിന് ഞാനിപ്പോൾ ബോൾട്ട് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചു, ഇത് ഓവർലാപ്പിംഗ് പ്ലേറ്റ്സിൻ്റെ 2 പ്ലേറ്റ്സിന് ഞാനിങ്ങനെ വെക്കുവാണ്. ഇതേപോലെ നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ 2 പ്ലേറ്റ്സിന് ഓവർലാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ഷൻ ഓഫ് ലൈൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോൾട്ട് ചെയ്ത്, അതായത് ഇതുപോലെ ബോൾട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ലൈനിലല്ലേ ബോൾസ് ഉള്ളൂ. സോ അതിനെ നമ്മൾ സിംഗ്ലി ബോൾട്ടഡ് ലാബ് ജോയിൻ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതുപോലെയല്ല നമ്മൾ 2 സെക്ഷൻസിലായിട്ട്, അതായത് 2 ലൈൻ ഓഫ് സെക്ഷൻസിൽ ബോൾട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി ഉണ്ട്, പിന്നെ ഇവിടെയും കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡബ്ലി ബോൾട്ട്, അതായത് രണ്ട് ലൈൻ ഓഫ് ആക്ഷൻസിൽ നമ്മൾ എന്താണ് ബോൾട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡബ്ലി ബോൾട്ടഡ് ലാബ് ജോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ബഡ് ജോയിൻ്റ് ഉണ്ട്. ബഡ് ജോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ഓവർലാപ്പ് ചെയ്ത് പ്ലേറ്റ്സിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 2 പ്ലേറ്റ്സ് ഉണ്ട്, അത് നമുക്ക് ഓവർലാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്കതിനെ കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് വെൽഡിങ് ആയിരുന്നെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് ഇവിടെ വെൽഡ് ചെയ്ത് കൊടുക്കാമായിരുന്നു. അപ്പോൾ ബോൾട്ട് ആണെങ്കിൽ നമ്മൾ അവിടെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യും, കവർ പ്ലേറ്റ്സ് കൊടുക്കും. അതായത് ഈ 2 പ്ലേറ്റ്സിനെ, അതായത് ഈ പ്ലേറ്റിനെയും കൂടെ ചേർത്ത് മുകളിൽ എന്ത് ചെയ്യും, ഒരു കവർ പ്ലേറ്റ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ 2 സൈഡിലും എന്ത് ചെയ്ത് കൊടുക്കും, ബോൾട്ട് ചെയ്ത് കൊടുക്കും ഇങ്ങനെ. ഓക്കെ, സോ നമ്മൾ ബോൾട്ടഡ് കണക്ഷനാണ് യൂസ് ചെയ്തത്. ഇതൊരു പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റ്. ഓക്കെ, എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഇവിടെ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ബോൾട്ടഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ബോൾട്ടഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ഒരു കവർ പ്ലേറ്റ് ഇങ്ങനെ കൊടുത്തു, എന്നിട്ട് അതിന് രണ്ടിനെയും കൂടെ ബോൾട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ഒന്നില്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും. ഏതെങ്കിലും ഒരു സെക്ഷനെ കൺസിഡർ ചെയ്യത്തുള്ളൂ, രണ്ടും കൂടെ എടുത്ത് നമ്മൾ ചെയ്യാറില്ല. ഓക്കെ, അത് ഡിസൈൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ദിസ് ഈസ് വാട്ട് വി കോൾഡ് ആസ് എന്താണ് ബഡ് ജോയിൻറ്റ്. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഫെയിലേഴ്സ്, എങ്ങനെയൊക്കെ ഈ ബോൾ ജോയിൻറ്റ് ഫെയിലർ ആകും. ഫസ്റ്റ് ഷിയർ ഫെയിലർ. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സെക്ഷൻ ഓക്കെ ആണല്ലോ, അതായത് അപ്പം ഇതിൽ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഈ 2 സൈഡിൽ കൂടെ ഫോഴ്സ് പി ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. സോ ഇവിടെ ഇതിന് കണക്ട് ചെയ്തിട്ടുള്ള ഈ ബോൾട്ട് ഷിയർ ഓഫ് ആയി പോകും, അതായത് സെപ്പറേറ്റഡ് ആയിട്ട് പോകും. ഓക്കെ,
അതിനെയാണ് നമ്മൾ ഷിയർ ഫെയിലിയർ ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത്. അതായത് സഫീഷ്യൻ്റ് ആയിട്ട് എന്ത് കാണത്തില്ല, ഷിയർ സ്ട്രെങ്ത് കാണത്തില്ല. സോ അപ്പോഴാണ് ഇങ്ങനത്തെ ഈ ഷിയർ ഓഫ് ഒക്കെ പോകുന്നത്, ഷിയർ ഓഫ് ആയിട്ട് പോകുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി കോൾഡ് ആസ് എന്താണ് ഷിയർ ഫെയിലിയർ ഓഫ് ദ ബോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ രണ്ട് പ്ലേറ്റ്സിനെയും കണക്ട് ചെയ്തിട്ടുള്ള ബോൾട്ട് എന്തായിപ്പോവും, ഷിയർ ഓഫ് ആയിട്ട് പോവും. ദെൻ ബിയറിംഗ് ഫെയിലിയർ ഉണ്ട്. ഓക്കെ, ബിയറിംഗ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്കിപ്പോൾ ഒരു പ്ലേറ്റ് കാണും, ഈ രണ്ട് പ്ലേറ്റിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് എന്ത് കാണും, ഒരു ബോൾട്ട് കാണുമല്ലോ. അപ്പോൾ ഈ ബോൾട്ട് ഇറക്കി വെച്ചിരിക്കുന്ന എന്തിലായിരിക്കും, ഒരു ബോൾട്ട് ഹോളിലായിരിക്കും. ഓക്കെ, അപ്പം ഈ പ്ലേറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം ഈ ബോൾട്ട് ഹോളിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. സോ ഈ ബോൾട്ട് ഹോളിനെയും ഈ ബോൾട്ടും തമ്മിലുള്ള കോണ്ടാക്ട് ഏരിയയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ബോൾട്ട് എന്ത് ചെയ്യും, ക്രഷിങ് സംഭവിക്കും. സോ ദാറ്റ്സ് വാട്ട് കോൾഡ് എസ് ബിയറിംഗ് ഫെയിലിയർ ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് ബിയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റും ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് മെയിൻ ഫെയിലേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ബോൾട്ടഡിൻ്റെ ഡിസൈൻ പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. അതിനുശേഷം വെൽഡഡ് കണക്ഷൻസും കൂടെ വരും. ഓക്കെ.